ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ഉച്ചയ്ക്കൊന്നും എൻ്റെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശന്ന് അപാര വിശപ്പ്, ഒരു ആനയെ പിടിച്ച് തിന്നാനുള്ള വിശപ്പെട്ട്. അങ്ങനെ ഞാനപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കുറേ റിവ്യൂ കണ്ടിട്ടുണ്ട്. മറ്റേ ടോയിങ് ആപ്പിലൂടെ നമ്മൾ പ്ലാറ്റ്ഫോം ഫീ ഒന്നും ഇല്ലാതെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്നുള്ളത്. നമ്മളൊരു 200 രൂപയുടെ ഫുഡ് ഒരു 150, 170 ആ ഒരു റേറ്റിനാണ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നത്. 0 ചാർജസ് ആണ്, ടാക്സ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുന്നുള്ളൂ. സോ ഞാൻ സാധനം ഓർഡർ ചെയ്തു. കപ്പ ബിരിയാണി എന്നാണ് ഇവിടെ പറയുന്നത്, ഞങ്ങളവിടെ കപ്പയില്ലും എന്ന് പറയും സാധനം. ആൻഡ് പിന്നെ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ലൈമായിരുന്നു. ലൈവ് വന്നത് ഇങ്ങനെയാണ്, കുഴപ്പമില്ല. നമ്മൾ ദാനം കിട്ടുന്ന പശുവിൻ്റെ വായിലെ പല്ലെണ്ണരുതെന്നാണല്ലോ. സോ ഇറ്റ്സ് ഓക്കെ, ഇതെനിക്ക് ഓക്കെയാണ്. ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കും, കുടിക്കും. നല്ലതേ പാക്കിംഗ് ഒക്കെ നോക്ക്, അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. പിന്നെ ഞാൻ ലൈം ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കപ്പിലോട്ട് മാറ്റി. പാക്കിങ്ങിനൊന്നും ഒരു രക്ഷയില്ല, നോ കോംപ്രമൈസ്. വിശന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിന് നല്ല വിശപ്പ്, ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നും. സൂപ്പർ സാധനം, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അവിടെ കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റ് അവിടുത്തെ കുറച്ചുകൂടി ഇഷ്ടമാണ്. നല്ല സാധനം, 2 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. ഞാൻ ആലോചിച്ചായിരുന്നു, നമ്മൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു 200 മെയിലിൽ ഇതിന് പോകും, പ്ലസ് പ്ലാറ്റ്ഫോം ഫീ, പിന്നെ മറ്റേ അവർ കൊണ്ടുവരുന്ന ഫീ എല്ലാം കൂടെ ചേർത്ത്. സോ നമ്മൾ കൊടുത്ത കാശിന് വെർത്തായിട്ട് സാധനമുണ്ട് ഇതിനകത്ത്. ആ ലൈമിൻ്റെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പാക്കിങ്, അല്ലാതെ മറ്റേതിനകത്താണല്ലോ വരുന്നത്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെർത്തെന്ന് പറഞ്ഞാൽ കൊടുത്ത കാശിനെക്കാട്ടിലും വെർത്താണ്. കാരണം 176 ആയുള്ളൂ എനിക്ക്. അതായത് കപ്പ ബിരിയാണി പ്ലസ് ലൈമും കൂടിയിട്ട് 176 ആയുള്ളൂ എനിക്ക്. 142 ആയിരുന്നു. 142 മറ്റേ GST വന്നപ്പോഴത്തേക്കും 176 ആയി. സാധനം സൂപ്പർ. സോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അതായത് നമ്മൾ കൊടുക്കുന്ന കാശ് കുറവാണല്ലോ എന്ന് വെച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു വിട്ടുവീഴ്ചയില്ല. സോ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ആപ്പ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലോട്ടും അങ്ങനെ പോകത്തേയില്ല.